ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലച്ചു വ്ളോഗ്സ്. അപ്പോൾ ഒരു 4-5 ദിവസത്തെ ഗ്യാപ്പ് വന്നില്ലേ, എനിക്ക് തൊണ്ടവേനയും ചുമയൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ സങ്കടം മാറാൻ ഞാനിന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മലബാറുകാർക്ക് പ്രത്യേകിച്ച് ഒപ്പനപ്പാട്ടുകളോട് ഭയങ്കര താല്പര്യമായിരിക്കില്ലേ. മുസ്ലിംസ് കല്യാണത്തിനൊക്കെ ഒപ്പന മസ്റ്റാണ് അവർക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു 4-5 ഒപ്പനപ്പാട്ടുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, മലയാളം സിനിമയിലേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ വീഡിയോയിലിട്ടോ. അപ്പോൾ 1999 ആ വർഷത്തിൽ പുറത്തിറങ്ങിയൊരു സിനിമയായിരുന്നു പ്രണയനിലാവ്. ദിലീപും പിന്നെ മോഹിനിയൊക്കെ അഭിനയിച്ച നല്ലൊരു സിനിമയായിരുന്നത്. അതിൽ നല്ലൊരു അടിപൊളി ഒപ്പനപ്പാട്ടുണ്ട് കേട്ടോ. അത് സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആ പാട്ട് ഏതാണെന്ന് ഓർമ്മ വരും. പിന്നെ എന്താ പറയുക, കോമ്പറ്റീഷനൊക്കെ എല്ലാവരും ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ചൂസ് ചെയ്യുന്ന ആ ഒരു പാട്ടാണത്. അത് KS ചിത്രയാണ്, നമ്മളെ ചിത്ര ചേച്ചിയാണ് ആലപിച്ചിരിക്കുന്നത്. പിന്നെ ലിറിക്സ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് S രമേശൻ നായരാണ്. പിന്നെ ബേണി ഇഗ്നേഷ്യസ് ആണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു, ഞാനതിന് പല്ലവി മാത്രമേ ചെയ്യുന്നുള്ളൂ, പാടുന്നുള്ളൂ. അത് എന്താ പറയുക, നല്ലൊരു താളം മാറി മാറി വരുന്ന, നല്ല സ്പീഡും കുറച്ച് സ്ലോ ഒക്കെ ആയിട്ട് വരുന്ന പാട്ടാണ്. ഞാൻ പല്ലവി മാത്രം പാടുന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. മാനത്തൊരു പൊൻതാരകം മഞ്ചാടി മണിച്ചെപ്പു തുറന്നില്ലേ, നിന്മായ കണ്ണിൽ മൈയിട്ട് മയക്കിയില്ലേ, കയ്യിൽ കരിവള തരിവള കിലുകില് ചിരിക്കുമ്പോൾ കൽബിൽ കുളിരല്ലേ, നിനക്കിനി അതിശയരാവല്ലേ, പുത്തൻ നിശലുകൾ പാടണ്ടേ, നിനക്കിനി അതിശയരാവല്ലേ, പുത്തൻ നിശലുകൾ പാടണ്ടേ. മാനത്തൊരു പൊൻതാരകം മഞ്ചാടി മണിച്ചെപ്പു തുറന്നില്ലേ, നിന്മായ കണ്ണിൽ മൈയിട്ട് മയക്കിയില്ലേ, കയ്യിൽ കരിവള കിലുകില് കിലുകില് കിലുങ്ങുമ്പോൾ കൽബിൽ കുളിരല്ലേ, നിനക്കിനി അതിശയരാവല്ലേ, പുത്തൻ നിശലുകൾ പാടണ്ടേ, നിനക്കിനി അതിശയരാവല്ലേ, പുത്തൻ നിശലുകൾ പാടേണ്ടേ. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ്. കാരണം ചിത്രചേച്ചി വളരെ അതിമനോഹരമായിട്ട് പാടിയ ഒരു പാട്ടാണ്, നല്ലൊരു ഒപ്പന പാട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് ആവാം. അടുത്ത പാട്ട് എന്ന് പറയുന്നത് എന്താ പറയുക, ജോത്സനയൊക്കെ കൂടി പാടിയ, അഫ്സലൊക്കെ പാടിയൊരു പാട്ടാണ്. അത് 2004 പുറത്തിറങ്ങിയൊരു സിനിമയായിരുന്നു. ഏതറിയോ, പെരുമഴക്കാലം. മഴയോട് മഴയാണ് ആ സിനിമ മുഴുവനും. അപ്പോൾ അതിലൊരു നല്ലൊരു ഒപ്പന പാട്ടുണ്ട്. ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ, കല്യാണ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രാവശ്യം പാടിയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ അത് കമൽ സാർ ഡയറക്റ്റ് ചെയ്ത പടമായിരുന്നു കേട്ടോ. മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഈ പാട്ടിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് M ജയചന്ദ്രൻ സാറാണ്. പിന്നെ കൈതപ്രം സാറിൻ്റെ വരികളാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കൈതപ്രം സാറിൻ്റെ വരികൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നും പിന്നും നോക്കേണ്ട ആവശ്യമില്ല. അത്രയും എന്താ പറയുക, സോളായിരിക്കും ആ പാട്ടിലുണ്ടാവുക. അപ്പോൾ നമുക്ക് ഏതാന്ന് നോക്കാം. കിലുക്കിലുങ്ങണരലുക്കത്തിട്ട് വെളുത്ത സർവാണി തട്ടമിട്ട് മുന്തിരി ചുണ്ടിൽ പുഞ്ചിരിയിട്ട് വാടി മെഹറുബ, ഒന്ന് വാടി മെഹറുബ, മെഹറുബ മെഹറുബ, പുതുക്ക പെണ്ണേ മെഹറുബ, മെഹറുബ മെഹറുബ, പുതുക്ക പെണ്ണേ മെഹറുബ, 10 കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹറുബ, നിന്റെ പകിട്ടിൽ കണ്ണു വെക്കണ പുതുമണവാളൻ മെഹറുബ മെഹറുബ, കള്ളിപ്പെണ്ണേ മെഹറുബ, കഞ്ചക്കപ്പൂം ചെണ്ടിനത്തൊരു മുത്തേ മെഹറുബ, നാളെ ഇരസപ്പുങ്കാവനത്തിൽ മധുവിധുവല്ലേ, ഹേ റസിയ ഹേ റസിയ ഹേ റസിയ, മെഹറുബ മെഹറുബ, പുതുക്ക പെണ്ണേ മെഹറുബ, 10 കൊട്ട പൊന്നും നിന്റെ മഹർ മെഹറുബ, നിന്റെ പകിട്ടിൽ കണ്ണു വെക്കണ പുതുമണവാളൻ.
അപ്പോൾ ഈ പാട്ട് എല്ലാ ഒപ്പന പരിപാടികൾക്കും ഉണ്ടാവും കേട്ടോ. കാരണം മുസ്ലിംസ് വിവാഹത്തിൻ്റെ തലേന്ന് മൈലാഞ്ചി കല്യാണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ എന്തായാലും ഈ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തിട്ടായിരിക്കും അവർ മൈലാഞ്ചികളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പണ്ടൊക്കെ ഒപ്പന എന്താ പറയുക മൈലാഞ്ചി കല്യാണം എന്നൊക്കെ പറയും. ഇപ്പോൾ ഹൽദി മെഹന്തിയൊക്കെ ആയി മാറി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഈ പാട്ടും എല്ലാവർക്കും ഇഷ്ടമുള്ള പരിചിതമായിട്ടുള്ള ഒരു പാട്ടായിരിക്കും. അടുത്തത് 2010 പുറത്തിറങ്ങിയ സിനിമയിലെ പാട്ടാണ് കേട്ടോ. അത് അൻവർ നീരദ് എന്താ പറയുക മ്യൂസിക്കെല്ലാം ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയാണ്. അൻവർ എന്നുള്ള സിനിമയാണ്. പൃഥ്വിരാജ്, മമത മോഹൻദാസൊക്കെ അഭിനയിച്ച സിനിമയാണ്. അതിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാട്ട്, മെലഡി ആയിട്ടുള്ളൊരു ഒപ്പന പാട്ട്. അപ്പോൾ അത് എന്താ പറയുക ലിറിക്സ് ചെയ്തിരിക്കുന്നത് റഫീഖ് അഹമ്മദ് സാറാണ്. പിന്നെ ഗോപി സുന്ദറാണ് അതിൻ്റെ മ്യൂസിക്. അപ്പോൾ ഇതും ഞാൻ പ്രോഗ്രാംസിനൊക്കെ ഒരുപാട് പാടിയിട്ടുള്ള പാട്ടാണ്. കുറച്ച് ടഫ് സോങ്ങാണ്, കാരണം മെലഡിയാണ്, കുറച്ച് ഹൈ പിച്ചാണ്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പിച്ച് വേരിയേഷനൊക്കെ കുറേ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക നോക്കാം, നമുക്ക് ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം. കിഴക്കു പൂക്കും മുരിക്കിനെന്തൊരു ചുകപ്പാണേ, പുതുക്ക പെണ്ണിൻ കവിളിലെന്തൊരു തുടുപ്പാണേ, എനിക്കും നെഞ്ചിൽ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ, തുടിക്കും കണ്ണിൽ കനവുമായി പറന്നു വന്നൊരു തോഴൻ, കൽബിലെത്തി 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 കൽബിലെത്തി, കിഴക്കു പൂക്കും മുരിക്കിനെന്തൊരു ചുകപ്പാണേ, പുതുക്ക പെണ്ണിൻ കവിളിലെന്തൊരു തുടുപ്പാണേ. അപ്പോൾ എല്ലാവർക്കും ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത്. എനിക്ക് ഈ പാട്ട് പാടാൻ ഭയങ്കര പേടിയാണ്. അത് നീട്ടി വലിച്ച് പാടേണ്ട പാട്ടാണ്. എന്താ പറയുക, അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പാട്ടിലേക്ക് പോവാം. ഇനി ഞാൻ കുറച്ച് പഴയത്, കുറച്ച് നല്ലൊരു പഴയൊരു എന്താ പറയുക ഒപ്പന പാട്ടാണ് പാടുന്നത്. ഇത് എല്ലാർ ഈശ്വരി മാഡവും പാടിയ പാട്ടാണ് കേട്ടോ. കോറസും കൂടി പാടിയ പാട്ടാണ്. ഭാസ്കർ മാഷിൻ്റെ വരികൾക്ക് പിന്നെ ബാബുരാജ് ഈണം നൽകിയ പാട്ടാണ്. അത് കുട്ടിക്കുപ്പായം എന്നുള്ള സിനിമയിലെ പാട്ടാണ്. അപ്പോൾ കുറച്ച് കറണ്ട് പോയി നിൽക്കണം. അപ്പോൾ കുറച്ച് ഈ ഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, വെളിച്ചം കുറച്ച് കുറവാകും. പിന്നെ അപ്പോൾ കുട്ടിക്കുപ്പായം എന്നുള്ള ആ സിനിമയിലെ പാട്ടാണ് കേട്ടോ. നോക്കാം, പല്ലവി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പുള്ളിമാനല്ല മയിലല്ല മധുരക്കരിമ്പല്ല മാരി വില്ലൊത്ത പെണ്ണാണ് ഇവൾ, മാരി വില്ലൊത്ത പെണ്ണാണ്. പുള്ളിമാനല്ല മയിലല്ല മധുരക്കരിമ്പല്ല മാരി വില്ലൊത്ത പെണ്ണാണ് ഇവൾ, മാരി വില്ലൊത്ത പെണ്ണാണ്. പൊട്ടിച്ചിരിക്കുന്ന മുത്തുകൂടമാണ്, പത്തര മാറ്റുള്ള പൊന്നാണ് പെണ്ണ്, പത്തര മാറ്റുള്ള പെണ്ണാണ്. പുള്ളിമാനല്ല പുള്ളിമാനല്ല മയിലല്ല മധുരക്കരിമ്പല്ല മാരി വില്ലൊത്ത പെണ്ണാണ് ഇവൾ, മാരി വില്ലൊത്ത പെണ്ണാണ്. പുള്ളിമാനല്ല മയിലല്ല മധുരക്കരിമ്പല്ല മാരി വില്ലൊത്ത പെണ്ണാണ് ഇവൾ, മാരി വില്ലൊത്ത പെണ്ണാണ്. ഈ പാട്ട് വളരെ എന്താ പറയുക പഴയ കാലത്താണ് ഉള്ള സിനിമയാണ് കേട്ടോ. 65ആണോന്ന് തോന്നുന്നു, 1965ആണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല ശരിക്കും. അപ്പോൾ അതിൽ അംബിക മാഡം ഒക്കെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. തനത് മുസ്ലിം ഒപ്പന അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പാട്ടിലേക്ക് പോവാം. കറണ്ട് വന്നിട്ടുണ്ട്. പിന്നെ
അടുത്ത പാട്ട് എന്താ പറയുക, ഇത് 1965 സുബൈദ എന്നുള്ള മൂവിയിലെ സോങ്ങാണ്. ബാബുരാജ് സാറിൻ്റെ ഈണത്തിൽ ആണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, ഭാസ്കർ മാഷിൻ്റെ വരികൾക്ക്. ഇത് ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ഓർമ്മയും കൂടി ഷെയർ ചെയ്യാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ നിലമ്പൂരുകാരി ആയതുകൊണ്ട് എനിക്കൊരു ഭാഗ്യം, നിലമ്പൂരുകാരി ആയതുകൊണ്ട് നല്ല, നിലമ്പൂർ പാട്ടുത്സവം ലോകം പ്രശസ്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ പാടാൻ എനിക്ക് ഒരുപാട് പ്രാവശ്യം അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ നീലാംബരി കലാവേദിയിലാണല്ലോ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നിലമ്പൂർ കലാകാരന്മാർക്ക് ഒരു അവസരം എന്തായാലും തരാറുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്ത ഒരു പാട്ടായിരുന്നത് ഇനി പാടാൻ പോണ പാട്ട്. അപ്പോൾ ഡാൻസ് അപ്പുറത്ത് കളിക്കും, ഇപ്പുറത്ത് ഞാൻ പാട്ട് പാടും. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നിലമ്പൂർ പാട്ടുത്സവം എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ മലയാളികളും മലയാളികൾ മാത്രമല്ല ലോകപ്രശസ്തമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ വർഷവും ജനുവരിയിലാണ് നിലമ്പൂർ പാട്ട് ഉണ്ടാവല്. അപ്പോൾ അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ സ്റ്റേജിൽ പാടിയൊരു പാട്ടാണിത്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപെയാണ് കേട്ടോ, ഇപ്പോഴൊന്നല്ല, വന്ന് പാടിയ പാട്ടാണ്. അപ്പോൾ പാട്ടിലേക്ക് പോവാം. ഒരു കൊടുക്ക പൊന്നു തരാം, പൊന്നാലുള്ളൊരു മിന്നു തരാം, 1000 നിസ്കാല് വേറെ തരാം, അന്ന പിടയ്ക്കത്ത പെണ്ണുണ്ടോ. ഒരു കൊടുക്ക പൊന്നു തരാം, പൊന്നാലുള്ളൊരു മിന്നു തരാം, 1000 നിസ്കാല് വേറെ തരാം, അന്ന പിടയ്ക്കത്ത പെണ്ണുണ്ടോ. ഒരു കൊടുക്ക പൊന്നും വേണ്ട, പൊന്നാലുള്ളൊരു മിന്നും വേണ്ട. ഒരു കൊടുക്ക പൊന്നും വേണ്ട, പൊന്നാലുള്ളൊരു മിന്നും വേണ്ട, കാണാൻ മുഞ്ചുള്ള മാപ്പിളയാണെങ്കിൽ കാനേത്തു ചെയ്താൽ പെണ്ണു തരാം. ഒരു കൊടുക്ക പൊന്നു തരാം, പൊന്നാലുള്ളൊരു മിന്നു തരാം, 1000 നിസ്കാല് വേറെ തരാം, അന്ന പിടയ്ക്കത്ത പെണ്ണുണ്ടോ. ഒരു കൊടുക്ക അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്താ പറയുക 5 ഒപ്പനപ്പാട്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായും രേഖപ്പെടുത്തണം, എന്നാലേ എനിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അതൊക്കെ പ്രയോജനപ്പെടുകയുള്ളൂ. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തി നല്ലതാക്കാമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി തുടർന്നും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, ഈ ചെറിയ കലാകാരിയെ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയുള്ളൂ പറയാൻ. ഇനി വേറൊരു നല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും